സുഹൃത്തുക്കളെ, ഗവർണറുടെ അധികാര പരിധിയെക്കുറിച്ചും വിവേചന അധികാരത്തെക്കുറിച്ചും വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു സന്ദർഭമാണിത്. 1858 ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുടെ അധികാരം ബ്രിട്ടീഷ് രാജ്ഞിക്ക് കൈമാറുന്ന സാഹചര്യത്തിൽ പ്രൊവിൻഷ്യൽ ഭരണം സുഗമമാക്കുന്നതിനാണ് ആദ്യമായി ഗവർണർ പദവി ആരംഭിക്കുന്നത്. ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഏജൻ്റായി പ്രവർത്തിക്കുക എന്നതായിരുന്നു ഗവർണറുടെ ഉത്തരവാദിത്വം. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടെ ഗവർണറുടെ ചുമതലകളിൽ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. പ്രൊവിൻസുകളിൽ സമാധാനം സൃഷ്ടിക്കുന്നതിന് പരിശ്രമിക്കുക, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക തുടങ്ങിയ പ്രത്യേക അവകാശങ്ങൾ കൂടി ഗവർണറുടെ അധികാര പരിധിയിൽ വന്നു ചേർന്നു. 1937 ഗവർണറുടെ ഇടപെടലുകൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കുന്ന ഗവൺമെൻറ്റുകളെ ബുദ്ധിമുട്ടിലാക്കുമെന്ന് ചില രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് ആക്ഷേപം ഉയർന്നു. ഇന്ത്യ സ്വതന്ത്രമായതോടുകൂടി നിലവിലെ ഗവർണർ പദവിയിൽ സമഗ്ര പരിഷ്കരണം ആവശ്യമായി വന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന ചർച്ചകളിൽ ഒന്നായിരുന്നു ഗവർണർ പദവി. ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഭരണത്തിന് പ്രസിഡന്റ് പദവി എന്ന പോലെ പ്രൊവിൻസുകളുടെ ഭരണത്തിന് ഗവർണർ എന്നായിരുന്നു പ്രധാന ചർച്ച. ഇപ്പോൾ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ സംസ്ഥാന തലത്തിൽ ഇലക്ടറൽ കോളേജ് ഉണ്ടാക്കി ഗവർണറെ തിരഞ്ഞെടുക്കണം എന്നതായിരുന്നു നിർദ്ദേശം. ഭരണഘടനയിൽ പ്രസിഡന്റിന് നൽകുന്ന സ്ഥാനം പോലെ തന്നെ ഗവർണർക്കും സ്ഥാനം വേണമെന്ന ചർച്ച ഉയർന്നു വന്നു. എന്നാൽ പൊതു ചർച്ചയിലൂടെ ചില സമവായം ഉരുത്തിരിഞ്ഞു വരികയായിരുന്നു. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക, ഭരണഘടനാ മൂല്യങ്ങളിൽ ഉറച്ചു നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെയും അതേപോലെ തന്നെ പ്രസിഡന്റിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുക, കേന്ദ്ര സംസ്ഥാന ബന്ധം രാഷ്ട്രീയത്തിനതീതമായി ശക്തിപ്പെടുത്തുക തുടങ്ങിയവയായിരിക്കണം ഗവർണറുടെ ഉത്തരവാദിത്തങ്ങളെന്ന് അംഗീകരിക്കപ്പെട്ടു. കേന്ദ്ര ഗവൺമെൻറ്റിനോടും സംസ്ഥാന ഗവൺമെൻറ്റിനോടും പ്രത്യേകം ചായ്വ് കാണിക്കാത്ത, എന്നാൽ ഭരണഘടനാ മൂല്യങ്ങളോടും ലക്ഷ്യങ്ങളോടും നീതി പുലർത്തുന്നതായിരിക്കണം ഗവർണർ എന്നുള്ള പൊതു തത്വമനുസരിച്ച് ഗവർണർമാരെ തിരഞ്ഞെടുക്കണമെന്നും കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടെ സംസ്ഥാന സർക്കാരുമായി ആലോചിച്ച് പ്രസിഡന്റ് ഗവർണറെ തീരുമാനിക്കണമെന്നുള്ള നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടു. 153 മുതൽ 164 വരെയുള്ള ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഗവർണറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അനുച്ഛേദം 153 പ്രസിഡന്റ് ഗവർണറെ നിയമിക്കുന്നതുമായി സംബന്ധിച്ചുള്ളതാണ്. ഒരേ സമയം 2 സ്റ്റേറ്റുകളിൽ വരെ ഗവർണറായിരിക്കാൻ ഒരാൾക്ക് കഴിയും. 35 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനെയും ഗവർണറാക്കാൻ കഴിയും. അനുച്ഛേദം 156 പ്രകാരം 5 വർഷമാണ് ഗവർണറുടെ നിയമ കാലാവധിയെങ്കിലും പ്രസിഡന്റ് എപ്പോൾ വേണമെങ്കിലും ഗവർണറെ മാറ്റാം. കേന്ദ്ര സർക്കാരും പ്രസിഡന്റും സംസ്ഥാന മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് വേണം ഗവർണറെ തീരുമാനിക്കേണ്ടത് എന്നുള്ള കീഴ്വഴക്കമുണ്ടെങ്കിലും അതൊന്നും പാലിക്കപ്പെടാറില്ല. മണി ബിൽ ഒഴികെയുള്ള മറ്റു ബില്ലുകൾ നിയമസഭ പാസാക്കി നിയമമാകണമെങ്കിൽ ഗവർണറുടെ അംഗീകാരം ലഭിച്ചിരിക്കണം. അംഗീകാരം നൽകാതെ തിരിച്ചയച്ചാൽ വീണ്ടും നിയമസഭയ്ക്ക് അംഗീകാരത്തിനായി അയക്കാവുന്നതാണ്. ഈ സാഹചര്യത്തിൽ ഗവർണർ അംഗീകാരം നൽകുകയാണ് പതിവ്. അനുച്ഛേദം 200, 201 എന്നിവ സംസ്ഥാന ഗവൺമെൻറ് പാസാക്കുന്ന ബില്ലുകൾ നിയമമാക്കുന്നത് സംബന്ധിച്ച് ഗവർണറുടെ അധികാരങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഭരണഘടനാപരമായി ഗവർണർക്ക് ഒരു സംരക്ഷകൻ്റെ റോളാണുള്ളത്. സംസ്ഥാന നിയമങ്ങൾ ഭരണഘടനാപരമല്ലേ? കേന്ദ്ര സർക്കാരുണ്ടാക്കുന്ന നിയമങ്ങൾ അനുസൃതമായല്ലേ സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത്? തുടങ്ങിയ കാര്യങ്ങളാണ് ഗവർണർ പരിശോധിക്കേണ്ടത്. കേന്ദ്ര സംസ്ഥാന തർക്കങ്ങളിൽ എരുതിയിൽ എണ്ണയൊഴിക്കാതെ വെള്ളമൊഴിച്ച് അണയ്ക്കുന്ന നല്ലൊരു റോളാണ് ഗവർണർക്കുള്ളത്. അത്തരമൊരു റോളിലാണോ ഗവർണർ പ്രവർത്തിക്കുന്നതെന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ്. SR ബൊമ്മെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ കർണാടക ഗവർണറായിരുന്ന P. വെങ്കിട സുബയെ നിശിതമായ ഭാഷയിലാണ് ജസ്റ്റിസ് കുൽദീപ് സിംഗും ജസ്റ്റിസ് സാവന്തും വിമർശിച്ചത്. നിയമസഭാംഗങ്ങളായ 19 പേർ ഒപ്പിട്ട കത്തിൻ്റെ ജെനുവിനിറ്റി ഉറപ്പുവരുത്താതെ സർക്കാരിനെ പിരിച്ചുവിടാൻ ഗവർണർ കാണിച്ച വ്യഗ്രത ഭരണഘടനയുടെ മൂല്യത്തെ തകർക്കുന്നതാണെന്നാണ് അവർ സൂചിപ്പിച്ചത്. 19-ൽ 7 പേർ പിന്നീട് തങ്ങൾ ഒപ്പിട്ടില്ല എന്ന സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ച സാഹചര്യത്തിലായിരുന്നു പ്രസ്തുത വിമർശനം. സമാനമായ ഗവർണർ ഇടപെടലുകൾ മേഘാലയയിലും നാഗാലാൻഡിലും ഉണ്ടായത് കോടതികൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഗവർണർമാർ അതിരുകടന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഗവർണർമാരുടെ അധികാര പരിധി ക്രമപ്പെടുത്തുന്നതിനായി 1988 ജസ്റ്റിസ് സർക്കാരിയ അധ്യക്ഷനായ കമ്മീഷൻ വരുന്നത്. കമ്മീഷൻ നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചെങ്കിലും അതൊന്നും നടപ്പിലാക്കാൻ കേന്ദ്രം ഭരിച്ചവർ തയ്യാറായില്ല. കമ്മീഷൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ ഇതായിരുന്നു: ഗവർണർമാർ രാഷ്ട്രീയ പ്രവർത്തകരാകരുത്, അവർ സമൂഹത്തിൽ അറിയപ്പെടുന്നവരും മാന്യതയുള്ളവരായിരിക്കണം, സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ളവരായിരിക്കണം ഗവർണറായി വരേണ്ടത്, സംസ്ഥാന രാഷ്ട്രീയമായി ബന്ധപ്പെട്ടവരാകരുത്. അടുത്ത കാലങ്ങളിലൊന്നും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരായിരിക്കരുത്,
അപ്പം നമ്മുടെ സംസ്ഥാനത്തെ ഒരു പ്രധാന രാഷ്ട്രീയ കക്ഷിയുടെ പ്രസിഡന്റുമാർ ഗവർണർമാരായി പോയത് ഈ സാഹചര്യത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും. ഇപ്പം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയിൽപ്പെട്ടവരെ ഗവർണർമാരാക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കണം. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് വേണം ഗവർണറെ തീരുമാനിക്കാൻ. വൈസ് പ്രസിഡന്റും ലോക്സഭാ സ്പീക്കറുമായി ചർച്ച ചെയ്ത് വേണം തീരുമാനം കൈക്കൊള്ളാൻ. 5 വർഷത്തിനിടയ്ക്ക് ഗവർണറെ മാറ്റുന്ന സാഹചര്യം കഴിയുന്നത്ര ഒഴിവാക്കണം. ഗവർണറായി പിരിഞ്ഞതിനു ശേഷം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങരുത്. യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റി കാര്യങ്ങളിൽ ചാൻസലറുടെ അധികാരം വളരെ പരിമിതമാണ്. യൂണിവേഴ്സിറ്റികൾ സംസ്ഥാന സർക്കാരുകളുടെ അധികാര പരിധിയിൽ പെട്ടതാണ്. അത് നന്നായി നടക്കുന്നതിനാവശ്യമായ ഉപദേശങ്ങൾ നൽകുക മാത്രമാണ് ഗവർണർക്ക് ചെയ്യാൻ കഴിയുന്നത്. VC തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സെർച്ച് കമ്മിറ്റി നിർദ്ദേശങ്ങൾ പരിഗണിക്കുക, യൂണിവേഴ്സിറ്റിയിലെ കോൺവക്കേഷനിൽ ആചാരമര്യാദയോടെ പങ്കെടുക്കുക എന്നത് മാത്രമാണ് ഗവർണറുടെ ചുമതല. ഇത് മാത്രമാണ് അവർ ഇക്കാര്യത്തിൽ നിർവഹിച്ചു വരുന്നിരുന്ന ചുമതലയും. ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ നിയമനത്തിൽ യോഗ്യത കുറഞ്ഞ ആളെ നിയമിച്ചാൽ ഇക്കാര്യത്തിൽ ഗവർണർക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? പരാതി കിട്ടിയാൽ പരിശോധിക്കാം, VCയോട് വിശദീകരണം ആവശ്യപ്പെടാം, വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാൻ നിർദ്ദേശിക്കാം. അതിനും അപ്പുറമൊന്നും ഗവർണർക്ക് അധികാരമില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി സ്വന്തം നിലയ്ക്ക് നടപടിയെടുക്കുന്നത് ഗവർണർ പദവിക്ക് യോജിച്ചതല്ല. അതിനുള്ള സംവിധാനവും ഗവർണർക്കില്ല. പരാതിക്കാർ VCയുടെ നടപടിയിൽ തൃപ്തരല്ലെങ്കിൽ കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത്. അല്ലാതെ തെരഞ്ഞെടുത്ത സർക്കാരിന് മുകളിലിരുന്നു കൊണ്ട് ഗവർണർ രാജാവ് കളിക്കുകയല്ല വേണ്ടത്. കേന്ദ്രം ഭരിക്കുന്നവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനല്ല ഗവർണറെ നിയമിച്ചിരിക്കുന്നത്, മറിച്ച് മൂല്യവത്തായ ഇന്ത്യൻ ഭരണഘടന ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ നിർവഹിക്കാനാണ്.